بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദിനം പ്രതി ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് പള്ളിയിലേക്ക് കയറി വരുന്നവരെല്ലാവരും ആദ്യമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുണ്ട്, വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, ഈ സംവിധാനങ്ങളുടെ എല്ലാം നിയന്ത്രണം അല്ലാഹുവിന്റെ അടുക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 33-ാമത്തെ വാചകത്തിലുള്ള റബ്ബ് പറഞ്ഞു, വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനുമെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ കൃത്യമായ നിയന്ത്രണത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട്, നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിക്കാണ്, കുറച്ചൊരു ഈ സൂര്യൻ കുറച്ചൊന്നും അങ്ങോട്ട് മുകളിലേക്ക് മാറിയിരുന്നെങ്കിൽ സുഖമായിരുന്നു എങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മളെങ്കിൽ വെറുതെ ഒന്ന് ചാറ്റിപ്പിട്ടിയിലോ വേറെ ഏതെങ്കിലും ഇൻഫർമേഷൻ തരുന്ന സൈറ്റിലോ നിങ്ങൾ പോയിട്ട് വെറുതെ നടിച്ചു നോക്കുക, ഈ സൂര്യനൊന്ന് കുറച്ച് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ അത് ഉത്തരം നൽകും, സൂര്യനെങ്ങാനും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചെങ്ങാനും ഉയർന്നു പോയിരുന്നുവെങ്കിൽ
ഈ ഭൂമി തണുപ്പ് കൊണ്ട് പ്രയാസപ്പെടുമായിരുന്നു. പല സ്ഥലങ്ങളിലും സ്ഥിരമായി തണുപ്പ് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കടല് പോലും, കടലിന്റെ മേൽപ്പാളികൾ പോലും തണുപ്പ് കൊണ്ട് ഉറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുക. അതേപോലെ തന്നെ സസ്യലതാദികൾക്ക് വളരാൻ സാധ്യമല്ലാതെ വരികയും ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ചെയ്യുകയും ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് ഉത്തരമായി നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ വെറുതെ നടിച്ചു നോക്കാം, സൂര്യൻ കുറച്ച് താഴ്ന്നു നിന്നാലും ആ നിൽക്കുന്ന, ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നും അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ആ സംവിധാനത്തിൽ നിന്നും ഒരടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പല പ്രദേശങ്ങളിലും മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ നേരെ വിരുദ്ധമായി കൊണ്ട് നമ്മുടെ കൃഷി മുഴുവൻ കരിഞ്ഞു ഉണങ്ങിപ്പോകും. അതേപോലെ കാലാവസ്ഥകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. മനുഷ്യന് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ലാതെ വരും. ഇപ്പോഴുള്ളതാണ് ഏറ്റവും കൃത്യമായ, പിന്നെ ശാസ്ത്രലോകത്തിന്റെ അവരുടെ വാചകം അനുസരിച്ചുകൊണ്ട് ഹാബിറ്റബിൾ സോൺ, ഏറ്റവും സുരക്ഷിതമായ മേഖലയിലാണ് ഇപ്പോൾ സൂര്യനുള്ളത് എന്നതാണ് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം. നമ്മുടെ സൃഷ്ടാവിന്റെ ആ നിയന്ത്രണത്തിനെയും സൃഷ്ടാവ് നമ്മോട് ചെയ്ത അനുഗ്രഹത്തിനെയും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു മാത്രം. ചൂടെന്ന് പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിനേക്കാൾ വലിയൊരു ചൂടിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതാണ് സാഹചര്യം? നമുക്കറിയാം, പരലോകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, തുദ്നശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്നും വരുമ്പോൾ ദൂരമറ്റുവോളം സൂര്യൻ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന സന്ദർഭമുണ്ട്. ഹത്താ തകൂന മിൻഹും കമിഖദാരി മീൽ, ഒരു മൈൽ ദൂരമറ്റുവോളം. ഒരു ചാണെന്ന് പറയുന്നുണ്ട്, ഒരു മീൽ എന്ന് പറയുന്നതിന് മൈലാണോ അതല്ല സുർമയുടെ കോലാണോ എന്നതിനെ സംബന്ധിച്ച് ആ പറഞ്ഞ ആളിന് സംശയമുണ്ട്. എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ തലയുടെ നഗരത്തിലേക്ക് സൂര്യൻ വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഓരോ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി അവൻ വിയർപ്പിൽ മുങ്ങിപ്പോകുമെന്നുള്ളത് പ്രവാചകന്റെ വാചകമാണ്. فمنهم من يكون إلى الكعبين ومنهم من يكون إلى ركبتين ومنهم من يكون إلى الثوبين ومنهم من يرجم غلابا جاما. ചില ആളുകൾ നെറിയാടുകൾ വീട്ടുണ്ടാകും, ചില ആളുകൾ മുട്ടുവരെയാണ് വേർപ്പിൽ മുങ്ങിയിരിക്കുന്നത്, ചില ആളുകൾ അരവരെ മുങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായി കൊണ്ട് ചില ആളുകൾ അവരുടെ മുഴുവനായി മുങ്ങപ്പെടുന്ന അവസ്ഥയുണ്ട്. റസൂൽ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹത്തിന്റെ വായ ചൂണ്ടിക്കാണിച്ചു. അതുവരെ വിയർപ്പിൽ മുങ്ങുന്ന സാഹചര്യം ചൂട് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാലത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂടിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ചൂട് എന്ന് പറയുന്നത് ശക്തമായ ചൂടിന് കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, പ്രവാചകൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, നരകത്തിന്റെ നിശ്വാസങ്ങളാകുന്നു. നരകത്തിന്റെ നിശ്വാസങ്ങളാണ് ചൂടും തണുപ്പുമായി മാറുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും അവർ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ചൂടുള്ള സന്ദർഭമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, ചൂട് അധികമായ നിങ്ങൾ നിസ്കാരത്തിനെ തണുപ്പിക്കുകയും. അന്നത്തെ നിസ്കാരം അന്ന് അവർ മരുഭൂമിയിൽ മണൽപ്പരപ്പിൽ നമസ്കരിക്കുന്നത് നല്ല ചൂടുണ്ടാകും. അതേപോലെ മുകൾ ഭാഗത്ത് ഉള്ളത് ഈത്തപ്പന ഓലകളാണ്, ശക്തമായ ചൂടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സൂര്യൻ അതിന്റെ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കാതെ കുറച്ചങ്ങോട്ട് സമയം മാറ്റുവാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് പ്രവാചകൻ കൊടുക്കുന്നത്. ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വാചകങ്ങൾ, ഈ അത്യുഷ്ടം എന്ന് പറയുന്നത് നരകത്തിന്റെ നീരാവിയിൽ നിന്നുമുള്ളതാണ്. നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചൂടുമല്ലാത്ത പ്രയാസങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മ വേണം, നരകത്തിന്റെ നീരാവിയാണ്. ആ ചൂട് പോലും സഹിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ നരകത്തെ നമ്മൾ ഭയപ്പെടണം.
ആ നരകത്തെ നമ്മൾ ഭയപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, ഇഹലോകത്തെ കൊടും തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുണ്ട് നരകത്തിന്. നാറുക്കും ഹാദിഹി ലതി യൂഖിദു ബിൽ ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ ഹദ് ജഹന്നം. മനുഷ്യൻ നമ്മൾ കത്തിക്കുന്ന ഏറ്റവും വലിയ ചൂട് കത്തിക്കുന്നുണ്ടല്ലോ, ആ കത്തിക്കുന്ന തീയുടെ താപം എന്ന് പറയുന്നത് നരകത്തിന്റെ താപത്തിന്റെ 70 ഒരു അംശം മാത്രമാണ്. അപ്പോൾ പ്രവാചകൻ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വല്ലാഹി മകാനത ലകാഫിയതു യാ റസൂലല്ലാഹ്, റസൂലേ ഈ ചൂടിനെ ഞങ്ങൾക്ക് താങ്ങുന്നില്ല, ഈ ചൂട് തന്നെ ഞങ്ങൾക്ക് താങ്ങുന്നില്ല. എന്തിന്? തീയുടെ ചൂടല്ല, ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ചൂട് പോലും നമുക്ക് പ്രയാസമാണ്. പലർക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമാകുന്നില്ല, പലർക്കും ശാരീരികമായി ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല റസൂലിനോട് പറയുന്നു, റസൂലേ ഈ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ സാധ്യമാകുന്നില്ലല്ലോ. പ്രവാചകൻ മറുപടി പറയുന്നു, നരകത്തിന്റെ തീക്ക് ഇതിനേക്കാൾ, ഈ ദുനിയാവിലുള്ള തീയുടെ ഏറ്റവും ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ടായിരിക്കും. സഹിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ശരീരത്തിന് ആ ചൂടിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മറ്റൊരു വചനങ്ങളോട് പഠിപ്പിക്കുന്നത്, മനുഷ്യന്റെ ശരീരത്തിന് അല്ലാഹു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഉഹുദ് മലയോളം ഉണ്ടാകും. ആ വലുപ്പത്തിനനുസൃതമായി മനുഷ്യൻ വലുപ്പം വർദ്ധിക്കും. മക്കയിൽ നിന്നും ബസ്രയിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാൾ കിരിക്കണമെങ്കിൽ അത്രയും സ്ഥലം ആവശ്യമുണ്ട് എന്നതാണ്. അത്രയും ഭീകരമായ അവസ്ഥകളായിരിക്കും മനുഷ്യൻ നരകത്തിലേക്ക് വലിച്ചെറിയുക. കാരണം അല്ലാഹു ഏറെ കാരുണ്യവാനാണ്. അല്ലാഹുവിന് ആരെയും ശിക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ആരെങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രമായി കഴിഞ്ഞാൽ ആ ശിക്ഷയിൽ യാതൊരു തര ഇളവുകളുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയുക, നരകത്തിന്റെ ചൂട് എന്ന് പറയുന്നത് അത് സഹിക്കാൻ സാധ്യമല്ലാത്തതാണ്. നരകത്തിന്റെ ചൂട് അത് അതിന് കഠിനമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഈ ചൂടിന്റെ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് വരണം, പടച്ചോനെ ഇതുപോലും താങ്ങാൻ പറ്റുന്ന ഞാൻ എങ്ങനെയാണ് നാളെ നരകാഗ്നിയെ നേരിടുക എന്നുള്ള ചിന്തയിൽ നിന്നും നന്മയുടെ മാർഗത്തിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനത്തിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു നടക്കാൻ ഈ കാലാവസ്ഥ നമ്മളെ പ്രേരിപ്പിക്കണം. ആ കിബറിലും അഹന്തയിലും അഹങ്കാരത്തിലും ഉറച്ചു നിൽക്കുന്നിടത്തു നിന്നും വിനയത്തിലേക്കും നന്മ നിറഞ്ഞ മനസ്സിലേക്കും തിരിച്ചു നടക്കാൻ ഈ കാലാവസ്ഥ നമ്മളെ പ്രേരിപ്പിക്കണം. നമ്മളോട് പറയണം, ഇതുപോലും താങ്ങാൻ പറ്റാത്ത എനിക്ക് നാളെ പ്രലോഭത്തിൽ ഞാൻ കഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവിലെ ചൂട് നമുക്ക് പരിഹരിക്കാൻ പല മാർഗങ്ങളുണ്ട് അല്ലേ. പള്ളിയിലേക്ക് നമ്മൾ നല്ല ചൂടിൽ വന്നെങ്കിലും എസിയും ഫാനും എല്ലാം നമ്മൾ ഇട്ടുകൊണ്ട് നമ്മൾ തണുപ്പിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോയാൽ തണുത്ത വെള്ളം കുടിക്കാം, അതേപോലെ നമുക്കൊന്ന് വേര് വെള്ളം പറഞ്ഞ് നമുക്ക് കുടിക്കാം. അങ്ങനെയെല്ലാം പല വിധത്തിലും നമുക്ക് തണുപ്പിനെ മാറ്റാൻ അകറ്റി നിർത്തുവാൻ സാധ്യമാകുമെന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മൾ നട്ടക്കാലിൽ പെട്ടുപോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ആശ്വാസം പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു തിന്മയുടെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അസ്ഹാബുസ് ശിമാൽ മാ അസ്ഹാബുസ് ശിമാൽ. ഇടതുപക്ഷത്തിന്റെ ആളുകൾ നിങ്ങൾക്കറിയുമോ? ഏതാണ് വിഭാഗം അറിയുമോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്തായിരിക്കും അറിയുമോ? അവർ നല്ല പ്രയാസം, നല്ല ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇങ്ങനൊരു കാറ്റ് വരും. പക്ഷേ ആ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാറ്റിന്റെ ചൂട് അവരുടെ രോമകൂപങ്ങളിൽ കൂടെ പോലും അകത്തേക്ക് കടന്നു പോകും. അതേപോലെ അവർക്ക് ദാഹിക്കുമ്പോ അവർ ദാഹത്തിന് വെള്ളം ചോദിക്കുമ്പോ അവർക്ക് തിളച്ച വെള്ളമാണ് അവിടെ കുടിക്കാനുണ്ടാവുക. അതേപോലെ അവർക്ക് തണലുണ്ട്. ആ തണൽ എന്ന് പറയുന്നത് ഇരുണ്ട പുകയാണ്. അതായത് കുറ്റവാളികളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന, ദാഹിക്കുമ്പോൾ അവർ കുടിക്കാൻ കിട്ടുന്ന വെള്ളം അവർക്ക് ആശ്വാസത്തിന്
അതെല്ലാം തന്നെ കൂടുതൽ അവരെ പ്രയാസപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളം ചോദിക്കും, അവിശ്വാസികൾ വെള്ളം ചോദിക്കും, തിന്മകൾ ചെയ്തവർ നരകത്തിന് അവകാശികൾ വെള്ളം ചോദിക്കും. ആ സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കും. സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറയുന്നത് അവർക്ക് ചൂടേറിയ വെള്ളമാണ് കൊടുക്കുക. ആ വെള്ളം കൊടുത്താൽ അവരുടെ കുടലുകൾ മുഴുവനും മുറിഞ്ഞു പോകും. അത്രയേറെ ചൂടുള്ള വെള്ളമാണ്. നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെട്ടവൻ ദാഹം കൊണ്ട് പ്രയാസപ്പെടുമ്പോ നരകത്തിന്റെ കാവലുള്ള മലക്കുകളോട് ആശ്വാസത്തിന് വേണ്ടി കുറച്ച് വെള്ളം തന്നെ എന്ന് പറയുമ്പോ അവർക്ക് കുടിക്കപ്പെടുന്നതാണ്. അതേപോലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട് നരകത്തിൽ നിന്നും അവർ വെള്ളത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന രംഗമുണ്ട്. അവർക്ക് കൊടുക്കുന്ന വെള്ളം ലോകത്തിന്റെ ദ്രാവകമാണ്. ലോകത്തിന്റെ ദ്രാവകമാണ്. ആ ദ്രാവകം അവരുടെ വായിലേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ എന്താകും? അതിന് ചൂട് കാരണത്താൽ അതിന്റെ മുഖം മുഴുവനും ചുറ്റി കരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ചീത്തയായ പാനീയമാണത്. എത്രയേറെ ദുഷിച്ച വിശ്രമ സ്ഥലമാണത്. പ്രിയമുള്ളവരെ, ഈ ചൂട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണ്. ഈ നരകാഗ്നിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് സാധ്യമാക്കണം. അതിനുവേണ്ട പണി നമ്മൾ എടുക്കണം. സ്വർഗം തടസ്സമാകുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ ദുനിയാവിലെ എന്ത് നഷ്ടമാണെങ്കിലും അത് സഹിക്കാൻ നമുക്ക് സാധ്യമാക്കണം. നമ്മുടെ കിബറും വിട്ടുവീഴ്ചയില്ലാത്ത മനസ്ഥിതിയും നമ്മുടെ അമലുകളെ പലതും അല്ലാഹുവിലേക്ക് എത്തപ്പെടാത്ത സാഹചര്യമുണ്ട് എങ്കിൽ ഈ നരകത്തിൽ നിങ്ങളുടെ കണ്ണിൽ കാണണം. ഈ നരകത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മ വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ മുഴുവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാക്കി മാറ്റണം. അവരുടെ ചിന്ത വേണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയാണോ ചെയ്തു കൊടുക്കേണ്ടത് ആ വിട്ടുവീഴ്ചകൾ നിർവഹിച്ചുകൊണ്ട് നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ടയും നമ്മുടെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നരകത്തെ ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. നരകത്തെ ചോദിച്ചു വാങ്ങുന്നത് നമ്മള് അല്ലേ? നമ്മൾ പലപ്പോഴും പല വിഷയത്തിൽ നമുക്ക് ബോധ്യമുണ്ടായിട്ടും ബോധമുണ്ടായിട്ടും തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ടും അതേപോലെ സമ്പത്തിന്റെ ആധിക്യം കൊണ്ടും തിന്മകളും തെമ്മാടിത്തരങ്ങളും അധികരിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കൂട്ടുകാരുടെ വാചകം കേട്ട്, നാട്ടുകാരുടെ വാചകം കേട്ട്, ഇണകളുടെയും മക്കളുടെയും എല്ലാം നിർദ്ദേശങ്ങളും വർത്തമാനങ്ങളും കേട്ട് അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങൾക്ക് മുഖവിലക്കെടുക്കാതെ, അതിനെ പരിഗണിക്കാതെ, അതിന് യാതൊരു പരിഗണനയും കൊടുക്കുവാതെ തോന്നിവാസങ്ങൾ കാണിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയിലേക്ക് വരണം. നമ്മുടെ ഏത് പ്രവൃത്തി നമ്മുടെ ഹൃദയം നിലച്ചു പോകുന്ന സന്ദർഭത്തോടുകൂടി ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവന്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവന്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. തിന്മകളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, അല്ലാഹുവിന് അമലുകൾ സ്വീകരിക്കുന്ന അവസ്ഥയിലല്ലാതെയാണ് എന്റെ ഹൃദയം നിലച്ചു പോകുന്നതെങ്കിൽ സംശയമൊന്നും കൊണ്ട് നമ്മുടെ പാതി എന്ന് പറയുന്ന നരകത്തിലേക്കായിരിക്കും. അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കണം. സ്വർഗക്കാർക്ക് മാത്രമാണ് ആശ്വാസം ഉണ്ടാകുന്നത്. സ്വർഗക്കാർക്ക് മാത്രമാണ് ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്നത്. സൂറത്തുൽ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ടല്ലോ, വനുദ്ഖിലുഹും മില്ലൻ ളീലാ. സ്വർഗാവകാശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യമായ തണലിലായിരിക്കും അവർ പ്രവേശിക്കപ്പെടുക. മുർസലാത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ മഗ്ലൂൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവർക്ക്, അത് ജീവിതത്തിലുള്ള എല്ലാത്തിനേക്കാളും ഏറെ പരിഗണന കൊടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടലുകളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഉറവ ജലങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവർക്കാകുന്ന സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവർക്ക് അടിഭാഗത്തുകൂടെ തായ്വാരത്തുകൂടെ ഒഴുകുന്ന ജലമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അവിടെ തണലും ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് വിശ്വാസികൾക്കുള്ളതാണ്.
ജീവിക്കുന്നവർക്ക് കാഫിറുകൾക്ക്, നിഷേധികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാചകങ്ങളെ മുഖവിലക്കെടുക്കാതെ സ്വന്തം മനസ്സിന്റെ ഇഷ്ടങ്ങളെയും നാട്ടിലെയും നാട്ടുകാരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്ത്യം എന്ന് പറയുന്നത്, അവരുടെ പര്യവസാനം എന്ന് പറയുന്നത് നരകമായിരിക്കുമെന്ന് അല്ലാഹു സൂറത്തുൽ റഹ്മാൻ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ എന്റെ വർത്തമാനമല്ല, ഞാൻ മിമ്പറിൽ കയറി പറയുന്ന വർത്തമാനമല്ല, നമ്മുടെ സൃഷ്ടാവായ റബ്ബിന്റെ വാചകങ്ങൾ. നിഷേധികളായി നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ കൊലിക്കപ്പെട്ട് വിളിപ്പിക്കുന്നത് നരകമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗം വിശ്വാസികൾക്കാണ്, അവിടെ അവർക്ക് സന്തോഷമാണ്. മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സഖരീറ. അവരവരുടെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലാ യറൗന ഫീഹാ ശംസൻ വലാ സഖരീറ. അവിടെ ചൂട് കൊണ്ട് അവർ പ്രയാസപ്പെടുകയില്ല, അതേപോലെ തണുപ്പ് അതും പ്രയാസപ്പെടുത്തുകയില്ല. അങ്ങനെ പ്രയാസമില്ലാത്ത അവസ്ഥയിലായിരിക്കും വിശ്വാസികൾ അവിടെ ഉണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന പ്രവാചകന്റെ മറ്റൊരു വാചകമുണ്ട്, ഇന്ന ഫിൽ ജന്നതി ലശജറതൻ യസീറു റാകിബു ഫീ ളിഹാ മിഅത ആമിൻ ലാ യഖ്തറുഹാ. നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൽ ഒരു യാത്രക്കാരൻ 100 വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണൽ മുറിച്ചു കടക്കാൻ സാധ്യമല്ല. അതിന്റെ തണൽ മുറിച്ചു കടക്കാൻ സാധ്യമല്ല. ആ സൗകര്യവും ആ തണലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് വിശ്വാസികൾക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ചൂടിന്റെ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് പരലോകത്തെ കുറിച്ചാണ്. ഈ ലോകം ഏത് സമയത്തും അവസാനിക്കും. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും അവസാനിക്കും. എത്രയോ ചെറുപ്പക്കാരുടെ, എത്രയോ മക്കളുടെ മയ്യത്തുകൾ നമ്മൾ അടക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കുറെ കാലം ഉണ്ടാവും, എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും എന്റെ പത്രാസും എന്റെ തറവാടിത്തൊക്കെ ഞാൻ കുറെ കാലം ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുവാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നത്. അത് എത്ര കാലം ജീവിക്കാണ്ട് കിടന്നിട്ട് മരിക്കാനാണല്ലോ. അപ്പനൊക്കെ ബാക്കിയുള്ളതൊക്കെ പുറത്ത്, ബാക്കിയുള്ളതൊക്കെ ക്ഷമിച്ചു കൊടുത്തിട്ട് ഇടയിലൊക്കെ കൊടുത്ത തൃപ്തിപ്പെടുത്താം. പ്രിയമുള്ളവരെ, അതിനുള്ള സമയം അല്ലാഹു നിങ്ങൾക്ക് നീട്ടി തന്നിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും? ആ ചോദ്യത്തിന് ഞാൻ നിങ്ങളും ഉത്തരം കണ്ടെത്തണം. വേറെ ആരുടെയും നെഞ്ചത്തേക്ക് നമ്മൾ വിരൽ ചൂണ്ടേണ്ടതില്ല. നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോഴും ഓനെ പറ്റിയാണത്, ഇവനെ പറ്റിയാണത്, അവനെ പറ്റി അതിന്റെ ആ ചിന്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്റെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുന്നതാണ്, എന്നോട് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന വാചകങ്ങൾ മാത്രമാണ്, അതല്ലാതെ അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചൂട് കഠിനമാകുന്ന സമയത്ത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ നരകാഗ്നി എന്നുള്ള ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെ നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ഒരു പ്രാർത്ഥനയെ മനസ്സിലാക്കിക്കൊണ്ട് നരകാഗ്നിയിൽ നിന്നുള്ള രക്ഷയെ, ദുനിയാവിന്റെ നന്മയെല്ലാം ചോദിക്കുന്നത് നമ്മൾ സ്ഥിരമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പ്രവാചകന്റെ മറ്റൊരു വാചകമുണ്ട്, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറ. ഒരാള് രാവിലെ തന്നെ 3 പ്രാവശ്യം എനിക്ക് സ്വർഗം തരണേ എന്ന് പറയുകയാണെങ്കിൽ കാലത്തിൽ ജന്ന, സ്വർഗം പറയുന്നതാണ് അല്ലാഹു അദ്ഖിൽഹുൽ ജന്ന, റബ്ബേ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. അതേപോലെ തന്നെ ആരെങ്കിലും ഒരാൾ നരകാഗ്നിയിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ 3 പ്രാവശ്യം തേടിയാൽ കാലത്തിൽ നരകം പറയും അല്ലാഹുമ്മ അജ്റുഹു മിനൻ നാർ, അവനെ നരകത്തിൽ നിന്നും അവനെ അകറ്റണേ എന്ന് പറയും.
ഈ പ്രാർത്ഥനയിൽ നമ്മൾ എത്ര സിമ്പിളായ സംഗതിയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്ന് ആലോചിച്ചു. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, വേറെ ആരെങ്കിലും കൊണ്ടാകണം. അതേപോലെ തന്നെ വേറെ ചില സുന്നത്തുകളൊക്കെ വിശദീകരിച്ച് പറയുന്നില്ല. അത്യുഷ്ണ കാലങ്ങളിൽ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന ചില പ്രവാചക വചനങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. മരണസമയത്ത് ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയെ കുറിച്ച് പറയുന്ന കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളിൽ ഒന്ന് അസ്സിയാമു ഫീ ശിദ്ദത്തിൽ ഹർരി ഫി സ്വൈഫ്, ഉഷ്ണകാലത്ത് നീ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസമുള്ള രോഗമുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളൊന്നും കഷ്ടപ്പെട്ട് ആ രൂപം പിന്നെ രോഗം വരുത്തി വെക്കുന്ന രൂപത്തിൽ അവസ്ഥയിൽ എടുക്കണമെന്നല്ല, സാധ്യമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ കാലത്തിന് ചീത്ത പറയുന്ന കാലം എന്ന് പറയുന്ന അല്ലാഹുവാണ്. അതുകൊണ്ട് അതിന് ചീത്ത പറയുന്ന എന്തൊരു ചൂടാണ്, നശിച്ച ചൂട് എന്നുള്ള രൂപത്തിലുള്ള സംസാരം ഒരിക്കലും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അവരെ സ്നേഹിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ലോകം വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമകാരികളായ തമ്മാടികളായ ആളുകളെ നീ നശിപ്പിക്കണം റഹ്മാനെ. അവരെ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ പല കുതന്ത്രങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അത് അവരെയെല്ലാം നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. മുസ്ലിമാണി കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഗസയിലും ഫലസ്തീനിലും, അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ട്. അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഒന്നും അറിയാത്ത ഒരുപാട് കൊച്ചുമക്കള് ഒരു കാരണവുമില്ലാതെ അന്യായമായി പല രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നതാണ്. അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം നീ നീക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. വിദേശങ്ങളിൽ പല ആളുകളുടെയും ശമ്പളം ലഭ്യമാകാത്ത അവസ്ഥകളുണ്ട്. പലയിടത്തും പ്രയാസങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന പല ആളുകൾക്കും വലിയ സങ്കടങ്ങളുണ്ട്, വലിയ പ്രയാസങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളുമുണ്ട്. അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ അവർക്ക് ആശ്വാസം കൊടുക്കണം റഹ്മാനെ. സാധാരണ ഏറ്റവും ഹൈറായ രൂപത്തിലേക്ക് മാറ്റി തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعوة يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.